ഇന്ന് ഏതാനും വരികൾ ബുർദ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതണം. നാം പറഞ്ഞു വന്നത് സ്വശരീരത്തിനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കേണ്ടതും ദേഹച്ചുകളിലേക്കും തെറ്റുകുറ്റങ്ങളിലേക്കും സ്വാഭാവികമായി ആപതിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തെ തെറ്റിൽ ചെയ്തുകൊണ്ട് തൃപ്തിപ്പെടുത്താം എന്ന് വ്യാമോഹിക്കേണ്ടതില്ല. മറിച്ച് ശക്തിയായി നിയന്ത്രണം ഏർപ്പെടുത്തി അനുസരണക്കേട് കാട്ടുന്ന കുതിരയെ കടിഞ്ഞാണുകൊണ്ട് നിയന്ത്രിക്കും പോലെ നിയന്ത്രിച്ചില്ലെങ്കിൽ യഥേഷ്ടം നഫ്സിനെ വിഹരിക്കാൻ വിട്ടാൽ ചിലപ്പോൾ നിത്യനാശമാവുന്ന കുഫ്രിയത്തിൽ കൊണ്ടുപോയി വീഴ്ത്തുകയോ അതല്ലെങ്കിൽ മഹാപാപമാവുന്ന വഷളത്തരത്തിലും മാനക്കേടിലും കൊണ്ടുപോയി പെടുത്തുകയും ചെയ്യും. എന്നാൽ സൽക്രമങ്ങളിൽ തന്നെ പരിധി വിട്ട് അത് മുന്നോട്ട് പോകുമ്പോൾ സസൂക്ഷ്മം അതിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കണമെന്നും, കാരണം ബാഹ്യമായ ഇബാദത്താണെങ്കിലും ഇഖ്ലാസ് കൈമോശം വന്ന് ചിലപ്പോൾ പ്രശംസയെ പ്രതീക്ഷിച്ചുകൊണ്ടോ സ്ഥാനമാനങ്ങൾ ഭൗതികമായി ആഗ്രഹിച്ചുകൊണ്ടോ ലോകമാന്യത്തിനു വേണ്ടിയോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തെറ്റിലേക്ക് പോകുന്നതിനെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ സൽക്രമങ്ങളിൽ വ്യാപൃതരാകുമ്പോഴും നിരന്തരം അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. സ്വതന്ത്രമായി അതിനെ മുന്നോട്ട് ഗമിക്കാൻ വിട്ടാൽ ചിലപ്പോൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ ഇഖ്ലാസ് നഷ്ടപ്പെട്ട് ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിത്തീരുകയും നാളെ റബ്ബിന്റെ സമക്ഷത്തിങ്കൽ എത്തുമ്പോൾ പ്രതിഫലം അർഹിക്കുന്ന ഒരു ഇബാദത്തും ഇല്ലാത്ത അവസ്ഥ വന്നു പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിലും നഫ്സിനെ നിയന്ത്രിച്ചുകൊണ്ടും അതിനെ നിരീക്ഷിച്ചുകൊണ്ടും വേണം മുന്നോട്ട് ഗമിക്കാൻ എന്നതുവരെ നാം ചൊല്ലി അവസാനിപ്പിച്ചതായിരുന്നു. ഇനി തുടർന്നുള്ള ഏതാനും വരികൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതാം. ബഹുമാനപ്പെട്ട കാവുമ്പടി ഉസ്താദ് ബെയ്ത്തൊന്ന് ചെല്ലും. അതിനുശേഷം നമുക്ക് അതിന്റെ വിവരണത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. കാവുമ്പടി ഉസ്താദിന് വേണ്ടിയിട്ട് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وراعيها وهي في الأعمال سائمة وإن هي استحلت المرعى فلا تسمي كم حسنت لذة للمرء قاتلة من حيث لم يدري أن السم في دسم واخشى الدسائس من جوع ومن شبع فربما خمصة شر من التخم واستفرغي دمعا من عين قادم تلاءت من المحارم والزم حمية الندم وخالف النفس والشيطان وعصيهما وإنهما محضاك النصح فاتهمي ولا تطع منهما خصما ولا حكما فأنت تعرف كيد الخصم والحكم يستغفر الله من قول بلا عمل لقد نسبت به نسلا لذي عقم أمرتك الخير لكن ما ائتمرت
به وما استقمت فما قولي لك استقيمي ولا تزاودت قبل الموت نافلة ولم أصلي سوى فرض ولم أصوم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. السلام عليكم ورحمة الله. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ് തബാറകല്ലാഹ്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സും ദീനിന്റെ ഖിദ്മത്തിനുള്ള തൗഫീഖും നൽകുമാറാകട്ടെ. നേരത്തെ ആ പാട്ട് പാടിയ ആ കുട്ടിയും അദ്ദേഹം ഒരു മുതഅല്ലിമാണെന്നാ മനസ്സിലായത്. അല്ലാഹു തആല നാഫിയ ഇൽമ് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറിനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അള്ളാഹു നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരികയും അത് മുഖേന അവിടത്തെ ഇത്തിബാഅ് ചെയ്ത് അവിടത്തോടൊന്നിച്ച് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹബീബിന്റെ ബർക്കത്ത് കൊണ്ടും അവിടത്തെ മേൽ ചൊല്ലുന്ന ഈ മദ്ഹബത്തിന്റെ ബർക്കത്ത് കൊണ്ടും അള്ളാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മതിക യാ റഹ്മാൻ റഹീം. ഇരുപതാമത്തെ വയത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ആ നഫ്സിനെ നീ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. മുറാഅത്ത് ചെയ്യാന്നർത്ഥം. ഐലാഹിൽ നഫ്സ എന്നർത്ഥത്തിൽ. അമ്മാറത്തും ബിസു ആവുന്ന നഫ്സിനെ നീ എപ്പോഴും ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴൊക്കെ വഹിയ ഫിൽ അഅ്മാലി സായിമത്തു, സൽക്കർമ്മങ്ങളിൽ അത് വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. സായിമ എന്ന് പറഞ്ഞാൽ സാധാരണ മൃഗങ്ങള് മേച്ചിൽ പുറങ്ങളിൽ മേയുന്നതിനെ സംബന്ധിച്ചാ പറയാം. അപ്പോ അമ്മാറത്തും ബിസു ആവുന്ന ശരീരത്തെ ഒരു മൃഗത്തിനോട് തുല്യപ്പെടുത്തുകയും അത് അതിന്റെ മേച്ചിൽ പുറങ്ങളിൽ പുല്ലും മറ്റും ഭക്ഷിച്ചുകൊണ്ട് മേഞ്ഞു നടക്കുന്നതിനോട് സാലിഹായ അമലുകൾ ചെയ്യുന്നതിനെയും താരതമ്യം ചെയ്ത് സങ്കൽപ്പിച്ചുകൊണ്ട് പറയാണ്. ശരീരയെ അമ്മാറത്തും ബിസ്വ ആവുന്ന ശരീരം സൽക്രമങ്ങളുടെ മേച്ചിൽ പുറങ്ങളിൽ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിനെ നീ നന്നായി നിരീക്ഷിച്ചു കൊള്ളണം. കാരണം സ്വാലിഹായ അമലുകളാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് അതിനെ യഥേഷ്ടം മുന്നോട്ട് പോകാൻ വിട്ടേക്കണ്ട. കാരണം എന്താ? അവിടെ എന്ന ഈ വാവ് അത്ഫിന്റെ വാവാണ്. മുതഅല്ലിമീങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്. അതായത് ഒരു മഅറൂഫായ ജുംല ഉണ്ട്, ആ ജുംല മക്കാണ് അതിനെ അത്ഫ് ചെയ്യുന്നത്. അതായത് ഈ ഇബാദത്തിന്റെ മേച്ചിൽ പുറം അത് പ്രയാസത്തോടും വൈമനസ്യത്തോടും കൂടിയാണ് ആ ഇബാദത്തിന്റെ മേച്ചിൽ പുറങ്ങളിൽ അത് വിഹരിക്കുന്നത് എങ്കിലും അല്ലവൈൻഹിയസ്തഹലത്തിൽ മറ ആ മേച്ചിൽ പുറത്ത് അത് മധുരമായി ആസ്വദിക്കുന്നുണ്ടെങ്കിലും, രണ്ടാണെങ്കിലും ശ്രദ്ധിച്ചു കൊള്ളണം. എന്താ വേണ്ടത്? നല്ല രസകരമായി മധുരമായി അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഫലാ തുസിം, ആ മേച്ചിൽ പുറത്ത് സ്വതന്ത്രമായി അതിനെ മേയാൻ വിട്ടേക്കണ്ട. ഇസാമത്ത് ഇസാമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സക്കാത്തിന്റെ ബാബിലൊക്കെ പറയുന്ന മേഞ്ഞു തിന്നാന്ന് പറയുന്നത്. അപ്പോ ഇബാദത്തിന്റെ മേച്ചിൽ പുറങ്ങളിലേക്ക് നഫ്സിനെ വിട്ടാൽ അധികവും അത് വൈമനസ്യത്തോടും പ്രയാസത്തോടും കൂടിയാണ് അതിൽ മുന്നോട്ട് പോവുക. എന്നാൽ ഒരു നഫ്സ് ഇബാദത്തിന്റെ മേച്ചിൽ പുറങ്ങളിൽ വളരെ മധുരമായി ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വതന്ത്രമായി അതിനെ മേയാൻ വിടണ്ട. കാരണം പ്രകൃതിപരമായി തന്നെ
ഇബാദത്തുകളോട് ഒരു നീരസം, ഒരു പ്രയാസം ശരീരത്തിന് പ്രകൃതിപരമാണ്. എന്നാൽ ആ നീരസമില്ലാതെ സന്തോഷത്തോടുകൂടി മധുരതരമായി ഇബാദത്തിനെ അമ്മാറത്തുമിസു ആവുന്ന നഫ്സ് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു ദുസ്സൂചനയുണ്ട്. അതായത് ഇവിടെ പ്രശസ്തിക്ക് വേണ്ടിയോ ലോകരുടെ ഇടയിലുള്ള അംഗീകാരത്തിന് വേണ്ടിയോ ലോകമാന്യത്തിന് വേണ്ടിയോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് ആ നിലക്ക് അതിനെ സ്വതന്ത്രമായി പോകാൻ വിടണ്ട. ഇഖ്ലാസിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഭൗതികമായ പേരും പ്രശസ്തിയും അംഗീകാരവും ലോകരുടെ ഇടയിലുള്ളതായ ലോകമാന്യവും ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ശുദ്ധി ചെയ്ത് ഇഖ്ലാസോടുകൂടിയുള്ള അമലാക്കാൻ വേണ്ടി നന്നായി ശ്രദ്ധിച്ചു കൊള്ളണം. കാരണം എന്തുകൊണ്ട്? കം ഹസ്സനത് ലദ്ദത്തൻ ലിൽ മർഇ ഖാതിലത്തൻ. സായിമത്ത് അവിടെ അർത്ഥം പറഞ്ഞില്ലേ? സായിമത്ത് കാരണം മേയുന്നത് എന്നർത്ഥം. നാക്കാലികൾ സാധാരണ മേച്ചിൽ പുറങ്ങളിലേക്ക് വിട്ടാൽ മേഞ്ഞു തിന്നുന്ന ആ മൃഗത്തിനാണ് സായിമത്ത് എന്ന് പറഞ്ഞത്. സൗമ് എന്നതിനുള്ള മേച്ചിൽ മൃഗത്തെ മേച്ചിൽ പുറത്തിൽ മേയ്ക്കും. രാതുസിം എന്ന് പറഞ്ഞാൽ അതന്നെ, അങ്ങനെ മേയാൻ വിടണ്ട എന്നർത്ഥത്തിൽ. എന്തുകൊണ്ട് അങ്ങനെ മധുരമായി ആസ്വദിക്കുന്ന ഇബാദത്തിന്റെ മേച്ചിൽ പുറങ്ങളിൽ അമ്മാറത്തും വിസുവാവുന്ന നഫ്സിന് വിടണ്ട എന്ന് പറയാൻ കാരണം, കം എത്രയാണ് ഹസനത്ത് ആ നഫ്സ് ഭംഗിയാക്കി കാണിച്ചത്, ലദ്ദത്തല്ലിൽ മർഇ മനുഷ്യന് ആനന്ദകരമായ കാര്യത്തെ. എങ്ങനത്തതാണ് അനുദാനം? സംഗതി അനുഭവിക്കാൻ നല്ല രസകരമായത്. കാത്തിരത്തൻ എന്നാൽ ആ നഫ്സിനെ അത് നാശപ്പെടുത്തുന്ന, കൊന്നുകളയാന്ന് പറഞ്ഞാൽ നശിപ്പിക്കാന്നാണ്. മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോയി ചാടിക്കുന്നതായ എത്രയെത്ര രസകരമായ വസ്തുക്കളെയാണ് ഈ നഫ്സ് ഭംഗിയായി കാണിച്ചത്. ബാഹ്യമായി അതിന്റെ ഭംഗിയും ആകർഷണീയതയും കാണിച്ച് അതിലേക്ക് മനുഷ്യനെ അമ്മാറത്തും ബിസ്വ ആവുന്ന നഫ്സ് ക്ഷണിക്കുന്നു. എങ്ങനെയാണ്? മിൻ ഹൈസു ലം യദ്രി, അറിയാത്ത നിലക്കാണ്. എന്തറിയാത്ത നിലക്ക്? അന്നസുമ്മ, യഥാർത്ഥത്തിൽ മനുഷ്യനെ അലാക്കാക്കി കളയുന്ന വിഷം, ഫിദ്ദസമി, ഭക്ഷണത്തിന്റെ കൊഴുപ്പിലാണ് എന്നറിയാതെ. നല്ല കൊഴുപ്പുള്ള ഭക്ഷണം ആസ്വദിക്കാൻ വളരെ രസകരമായിരിക്കും, അതിന്റെ രുചി വളരെ ആസ്വാദ്യകരവുമായിരിക്കും. അങ്ങനെ ആസ്വാദ്യകരവും ആകർഷകവുമായ കൊഴുപ്പുള്ള ഭക്ഷണം, അതിനകത്ത് ആണ് മനുഷ്യനെ നശിപ്പിക്കുന്ന മഹാവിഷങ്ങൾ ഉണ്ടാവുക എന്നറിയാത്തതുപോലെ ഈ നഫ്സ് മനുഷ്യനെ മഹാവിപത്തിൽ കൊണ്ടുപോയി ചാടിക്കുന്ന പല കാര്യങ്ങളെയും വളരെ രസകരമായ ബാഹ്യമായ അനുഭവമുണ്ടെങ്കിലും അത് നശിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ നാശകാരികളായ കാര്യങ്ങളിൽ ബാഹ്യ സൗന്ദര്യം പുറത്തു കാണിച്ച് വശീകരിച്ച് അതിലേക്ക് മനുഷ്യനെ ആകർഷിക്കുകയും നാശത്തിൽ കൊണ്ടുപോയി ചാടിക്കുകയും ചെയ്യുന്നതുണ്ട്. അത് തെറ്റുകുറ്റങ്ങളിൽ മാത്രമല്ല, പലപ്പോഴും ഇബാദത്തുകളിലും ഉണ്ടാവാം. ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, ആളുടെ ഇടയിൽ പേരും പ്രശസ്തിയും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുക, സൽക്രമങ്ങൾ പരസ്യമായി ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആളുകളുടെ പ്രശംസയും അവരുടെ അടുക്കൽ പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിച്ചെന്നിരിക്കും. പക്ഷേ ആഖിറത്തിൽ ശാശ്വതമായ നരകത്തിൽ കൊണ്ടുപോയി ചാടിക്കുന്ന, റബ്ബിന്റെ അടുക്കൽ ഒരു പ്രതിഫലവും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി ചാടിക്കും. ഏതുപോലെ? ഒരു ഉപമയാണ് ദസമ് എന്ന് പറഞ്ഞത്. സാധാരണ കൊഴുപ്പ് മാംസത്തിന്റെ പുറത്താണല്ലോ ഉണ്ടാകുക എന്നതുപോലെ ബാഹ്യമായി ആകർഷകമായിരിക്കും. എന്നാൽ അതിനുള്ളിൽ വിഷം വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ഈ കൊഴുപ്പിൽ ആകർഷനായി അത് ഭക്ഷിക്കുകയും അവസാനം ഉള്ളിൽ ചെന്നാൽ അകത്തുള്ള ആ വിഷം
ബാധിച്ചുകൊണ്ട് മനുഷ്യൻ മരിക്കുകയും ചെയ്യുന്നത് പോലെ ബാഹ്യമായി നല്ലതെന്ന് തോന്നിച്ച് അതിലേക്ക് മനുഷ്യനെ ആകർഷിക്കുകയും അവസാനം അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ഇഖ്ലാസോടുകൂടി ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ ജനങ്ങളുടെ ഇടയിലെ പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും അംഗീകാരത്തിനുമൊക്കെ വേണ്ടി ചെയ്ത് ദുനിയാവിലും ആഖിറത്തിലുമില്ലാതെ നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അമലുകളിൽ യഥേഷ്ടം വിഹരിക്കുന്നത് കാണുമ്പോൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് പറയാൻ കാരണം. മാത്രമല്ല നീ നന്നായി ഭയന്നോ, സൂക്ഷിച്ചോ. ദസീസത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച വസ്തുവിനാണ് ദസീസത്ത് എന്ന് പറയാം. അതിന്റെ ജമ്മാണ് ദസായിസ്. അതായത് പൂഴ്ത്തിവെച്ച, പ്രത്യക്ഷത്തിൽ കാണാത്ത, ഉള്ളിൽ പൂഴ്ത്തിവെച്ചതായിരിക്കുന്ന അപകടങ്ങൾ. ആ അപകടങ്ങളെ നീ നന്നായി സൂക്ഷിച്ചോ. അകത്ത് പൂഴ്ത്തിവെച്ച അപകടം എന്ന് പറഞ്ഞത് രണ്ടു പേർക്കും വരാം. മിൻ ജോയിൻ, വിഷത്തിൽ അല്ല, വിശപ്പിന്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചത്. അഥവാ വിശപ്പ് ഒരു പരിധി വിട്ടാൽ, വിശപ്പ് സഹിക്കുന്നത് നല്ലതാണ് പൊതുവെ, പക്ഷെ ഒരു പരിധി വിട്ടാൽ അത് മുഖേന പല നാശങ്ങളും ഉണ്ടായിത്തീരും. അതാണ് അതിൻ്റെ ഉള്ളിലുള്ള പൂഴ്ത്തിവെക്കപ്പെട്ട അപകടം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മിൻഷിബൈൻ, വയറ് നിറക്കുക, വിശപ്പ് മാറ്റുക, അതിലും രണ്ടിലുണ്ട്. രണ്ടവസ്ഥയിലേ മനുഷ്യനുണ്ടാവൂ. ദേഹത്തിന് വിശപ്പ് സഹിക്കുക എന്ന് പറയുന്നൊരവസ്ഥയും വിശപ്പടക്കുക എന്ന് പറയുന്നൊരവസ്ഥയും, ജോയിന്റെ അവസ്ഥയും ഷിബൈന്റെ അവസ്ഥയും. ഈ രണ്ടവസ്ഥയിലും അതിസൂക്ഷ്മമായി ഒളിപ്പിച്ചു വെക്കപ്പെട്ട ചില അപകടങ്ങളുണ്ട്. അതും തന്നെ സൂക്ഷിക്കണം. നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരു രൂപമാണ്. നേരത്തെ പറഞ്ഞത് ഇബാദത്തിൻ രണ്ടു രൂപം. ഇബാദത്ത് ചെയ്യാതെ അലസമായി ജീവിക്കുന്ന അവസ്ഥയും വളരെ അത്യുത്സാഹത്തോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയും. ഈ രണ്ടവസ്ഥയും ശ്രദ്ധിക്കണം. തെറ്റിലേക്ക് ചാടാനും സൽക്രമങ്ങളിൽ നിന്നിട്ട് വ്യതിചലിക്കാനും ശ്രമിക്കുന്നത് കൊണ്ടുവരുന്നതും, എന്നാൽ ഭൗതികമായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും വെച്ചുകൊണ്ട് ഇബാദത്തിൽ വ്യാപൃതനാകുന്നതും രണ്ടും അകത്ത് മറിഞ്ഞു കിടക്കുന്ന വിഷങ്ങളായതുപോലെ വിശപ്പ് സഹിക്കുക, വിശപ്പ് മാറുക എന്ന ശരീരത്തിന്റെ രണ്ടവസ്ഥയിലും അതിസൂക്ഷ്മമായി ഒളിച്ചു വെക്കപ്പെട്ട പല അപകടങ്ങളും ഉണ്ടാവും. അതിനെ നന്നായി ശ്രദ്ധിക്കുകയും ഭയപ്പെടുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു പരിധി വിട്ട് വിശപ്പ് വന്നാൽ ആ വിശപ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ തിരുവചനത്തിൽ പറഞ്ഞതുപോലെ ഫഖീർ തരം ചിലപ്പോൾ കുഫ്രിയത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കും എന്ന് പറഞ്ഞില്ലേ. കാരണം ഒരു പരിധി വിട്ട് സഹിക്കേണ്ടതിന്റെ അപ്പുറം എത്തുമ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ പോലും ഇളക്കം തട്ടിക്കാനും ഒരു വേള മുർത്തദായി പോകാൻ വരെ കാരണമായി പോകും. അതിന്റെ പുറമെ സാധാരണഗതിയിൽ തന്നെ നിശ്ചിത ഒരു മിതമായ വിശപ്പ് നല്ലതാണ്. അമിതവും അസഹ്യവുമായ വിശപ്പായാൽ ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം നഷ്ടപ്പെടും. പെട്ടെന്ന് ചൂടാവുന്ന സ്വഭാവം മനുഷ്യന് വരും. പൊറുതികേടും അസ്വസ്ഥതയും വരും. അങ്ങനെ ഈ പൊറുതികേടിലൂടെയും അസ്വസ്ഥതയിലൂടെയും ഇബാദത്ത് ചെയ്യാനുള്ളതായ ക്ഷീണവും മടിയിലൂടെയും അവൻ ഒരുപാട് നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അമിതമായി വിശപ്പടങ്ങിയാൽ, വിശപ്പ് മാറി നന്നായി വേറെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ ഇബാദത്ത് ചെയ്തെന്ന് വരും. പക്ഷേ ഇബാദത്തിന്റെ ആനന്ദവും ആസ്വാദ്യകരമായ അനുഭവവും നഷ്ടപ്പെട്ട് ഒരു ഭാരത്തോടു കൂടി ചെയ്യുന്ന ഇബാദത്തായി മാറും. മാത്രമല്ല പെട്ടെന്ന് ഉറക്കം വരികയും ദീർഘമായി ഉറങ്ങാൻ പ്രേരണയാവുകയും ഇബാദത്തിന് ചിലപ്പോൾ ഒക്കെ മടിയും ഒക്കെ വരാൻ അമിതമായ വയറ് നിറയലും സാധ്യതയുണ്ട്. അപ്പൊ വിശപ്പ് കൊണ്ടും ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ഉള്ളിൽ ഒളിച്ചു വെക്കപ്പെട്ട പല അപകടങ്ങളും ഉണ്ടാവാം. അത് വരാതെ സൂക്ഷിക്കണം. വിശപ്പടക്കുന്നതിലും തന്നെ ചിലപ്പോൾ പ്രതീക്ഷിച്ചതിലധികം അപകട സാധ്യത ഉള്ളിലുണ്ടാവാം. അതും സൂക്ഷിക്കണം. അപ്പൊ ഇബാദത്ത് ചെയ്യാതെ വരുന്ന അപകടങ്ങളെ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായതുപോലെ ഇബാദത്തിൽ
സന്തോഷത്തോടുകൂടി മുന്നേറുമ്പോഴും അപകട സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. എന്നതുപോലെ വിശപ്പ് അമിതമാവുന്നതിലും പല അപകടങ്ങളുമുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ വലിയ വിപത്തിൽ ചെന്നു ചാടും. വയറ് നിറക്കുന്നതിലും വലിയ വിപത്തുകളുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ അപകടത്തിൽ ചെന്നു ചാടും. എപ്പോഴും ജാഗരൂകനായിരിക്കണം എന്നർത്ഥം. അല്ലേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഒരു ഹദീസിൽ കാണാം. ശത്രുക്കളുമായുള്ള ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു മദീനയിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിന്ന് പറഞ്ഞതായി കേൾക്കാം, റജഅന മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബർ. ചെറിയ ജിഹാദിൽ നിന്നും വലിയ ജിഹാദിലേക്കാണ് നാം തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞ ബാഹ്യമായ ശത്രുക്കളുമായുള്ള പോരാട്ടം എന്നത് ചെറിയ ജിഹാദാണ്. കാരണം ശത്രുവിനും നേരിട്ട് കാണാനാവും, അവനെ പ്രതിരോധിക്കാനാവും, വളരെ എളുപ്പമാണ്. എന്നാൽ സ്വന്തം തടിഹവയും നഫ്സും ശൈത്താനുമാവുന്ന ശത്രുക്കൾ, അത് പ്രിയപ്പെട്ട ശത്രുവാണ്, ഉള്ളിൽ നിന്നുള്ള ശത്രുവാണ്. ഏത് സമയത്തും നിരന്തരം തന്റെ നാശത്തിനെ കൊതിച്ചുകൊണ്ട് സന്ധിയില്ലാ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ അവസ്ഥയിലും ജാഗരൂകനായിരിക്കണം, ശ്രദ്ധാലുവായിരിക്കണം. അശ്രദ്ധ വന്നുപോയാൽ, ജാഗ്രത കുറഞ്ഞുപോയാൽ ഒരുപക്ഷേ തെറ്റിലേക്ക് എടുത്തു ചാടിക്കൊണ്ടോ അതല്ലെങ്കിൽ സൽക്രമത്തിലൂടെ ലോകമാന്യവും ജനങ്ങളുടെ സ്ഥാനമാനങ്ങളും ആഗ്രഹിച്ചുകൊണ്ടോ അതിനെ നിഷ്ഫലമാക്കുന്നത്. അതല്ലെങ്കിൽ പരിധി വിട്ട് വിശപ്പ് സഹിച്ചാൽ അതിലൂടെ പല വിപത്തുകളിലും കൊണ്ടുപോയി ഒരു വേള കുഫ്രിയത്തിൽ വരെ കൊണ്ടുപോയി ചാടിക്കും. അമിതമായ വിശപ്പ് എന്നാൽ വിശപ്പടക്കിയാൽ ശരീരത്തിന് തളർച്ചയും ഇബാദത്തിനുള്ള മടിമൊഴിച്ചിലും ദീർഘമായ ഉറക്കും അങ്ങനെ ഒരുപാട് നന്മകൾ നഷ്ടപ്പെടുത്താൻ കാരണമാവും. ഇരുതല മൂർച്ചയുള്ള ആയുധം പോലെ മൂന്ന് ഭാഗത്തു നിന്നും വലയം ചെയ്ത ശത്രുവിനെ പോലെയാണ്. അതുകൊണ്ട് എപ്പോഴും ഇവയെപ്പറ്റി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഫർബ മഹ്മസത്തിൻ, എത്രയെത്ര പട്ടിണിയാണ്, വയറൊട്ടിയ പട്ടിണിയാണ്. ഷെറും മിനത്തുഹമി, വയറ് നിറച്ച് വിശപ്പടക്കിയതിനേക്കാളും അപകടകാരിയായത്. കാരണം വയറ് നിറഞ്ഞ് അധികം വന്നാൽ മേലെ തലേ ഉള്ളൂ, ബാത്ത് ചെയ്യാൻ അല്പൊരു മടി വരും, നീണ്ടു ഉറങ്ങും. എന്നാൽ കടുത്ത ദാരിദ്ര്യം ചിലപ്പോൾ കുഫ്രിയത്തിൽ വരെ കൊണ്ടുപോയി എത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ഏത് മിതമാണ്, ഖൈറുൽ ഉമൂരി ഔസാത്തുഹ എന്ന് പറഞ്ഞില്ലേ. വിശപ്പ് മാറുന്നതും മിതമായിരിക്കണം, വിശപ്പ് സഹിക്കുന്നതും മിതമായിരിക്കണം. അമിതമായ വയറ് നിറയലും അമിതമായ വിശപ്പും രണ്ടും നാശത്തിലേക്കായിരിക്കും കൊണ്ടുവന്ന് ചാടിക്കുക. واستفرغ الدم من عين قد امتلأت من المحارم والزم حمية الندم. ഇനി എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും സൂക്ഷിച്ചാലും വിളവുകൾക്കിടയിൽ മേയ്ക്കാൻ വിട്ട നാക്കാലിയെ പോലെയാണ് മനുഷ്യ ശരീരം. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല നീട്ടി കടിച്ചുകൊണ്ടിരിക്കും. അഥവാ അറിയാതെ അല്ലെങ്കിൽ അശ്രദ്ധ മുതലെടുത്ത് തെറ്റിലേക്ക് അത് എടുത്തു ചാടിക്കൊണ്ടിരിക്കും. അങ്ങനെ വന്നാൽ അതിനുള്ള പരിഹാരമാണ് ഇനി നിർദ്ദേശിക്കുന്നത്. വസ്തഫിരിദമ്മ, സീനും താവും തെക്കീതിനാണ്, അല്ലാതെ തൊലബിന്റെ മാനക്കല്ല എന്നർത്ഥം. ഇസ്തഫിരിഗ് എന്ന് പറഞ്ഞാൽ സുബിദ്ദമ, ദമ്മ, കണ്ണുനീരൊഴുക്കുക. നീ കണ്ണുനീരൊഴുക്കിക്കൊള്ളുക. മിൻ ഐനിൻ, കണ്ണിൽ നിന്നും. എങ്ങനെയുള്ള കണ്ണാണ്? കദിംതലഅത്ത്, അത് നിറച്ചിരിക്കുന്നു. മിനൽ മഹാരിമി, ഹറാമുകളാൽ എന്ന് പറഞ്ഞാൽ കാണാനും നോക്കാനും പാടില്ലാത്ത പലതിലേക്കും നോക്കിക്കൊണ്ട് ആ കണ്ണ് ഹറാമു കൊണ്ട് നിറച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഹറാമു കൊണ്ട് പാപപങ്കിലമായ കണ്ണിൽ നിന്നും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടും പാശ്ചാത്താപ വിവശമായ മനസ്സോടുകൂടിയും കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുക്കുക. കാരണം പാപപങ്കിലമായ കണ്ണിനെയും അത് മുഖേന ഹൃദയത്തെയും ശുദ്ധീകരിക്കാനുള്ള മാർഗം ദുഃഖ നിർഭരമായ കുറ്റബോധത്തോടുകൂടിയ ഹൃദയവും നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുനീരുള്ള കണ്ണുകളുമാണ്. അങ്ങനെ പാപം കൊണ്ട് കറബാധിച്ച കൽബിനെയും കണ്ണിനെയും ശുദ്ധിയാക്കാൻ
കണ്ണിൽ നിന്നും അള്ളാഹുവിനെ പേടിച്ചും വന്നുപോയ കുറ്റത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടും ദുഃഖിതരായി കണ്ണുനീരൊഴുക്കിക്കൊള്ളുക. അങ്ങനെ കണ്ണുനീരൊഴുക്കുമ്പോൾ പാപക്കറകൾ ആ കണ്ണുനീർ തുള്ളികളെ കൊണ്ട് കഴുകി ശുദ്ധിയാക്കപ്പെടും. നേരത്തെ പറഞ്ഞതൊക്കെ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ എന്നാണ്. എന്തൊക്കെ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാലും മനുഷ്യനല്ലേ, സാഹചര്യം ദുനിയാവിൻ്റെത് വളരെ പ്രതികൂലമാണ്. അങ്ങനെ പ്രതികൂല സാഹചര്യത്തിൽ തെറ്റിലേക്ക് ആപതിച്ചു പോയ ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കാൻ കുറ്റബോധത്തോടുകൂടി ദുഃഖഭാരം പേറിക്കൊണ്ടുള്ള ഹൃദയത്തിൽ നിന്നും വേദന നിറഞ്ഞ ദുഃഖവും നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുനീരുള്ള കണ്ണും അതിലൂടെ അതിനെ ശുദ്ധിയാക്കാം. ശുദ്ധിയാക്കിയാലും വൽസം, നീ പതിവാക്കിക്കോ, ലാസിമാക്കിക്കോ. ഹമ്യത്തന്നതമീ, ഹൃദയം കൊണ്ട് വന്നുപോയ പാപത്തെ തൊട്ട് ഖേദിക്കുക എന്ന് പറയുന്ന പഥ്യത്തെ. അതായത് സാധാരണ മരുന്ന് കഴിക്കുമ്പോൾ ചില പഥ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഏതൊരു രോഗം ബാധിച്ചാലും അതിന് മരുന്ന് കഴിക്കുമ്പോൾ ചില പഥ്യങ്ങളുണ്ട്. ആ പഥ്യം പാലിച്ചെങ്കിലേ യഥാർത്ഥത്തിൽ മരുന്ന് ഫലിക്കൂ, ശരീരത്തിന് ആരോഗ്യം വീണ്ടെടുക്കാനാവൂ. അല്ലാതെ കുറെ മരുന്ന് കഴിച്ച് യഥേഷ്ടം ആഗ്രഹിച്ചതൊക്കെ തിന്നുകയും കുടിക്കുകയും ചെയ്താൽ മരുന്ന് ഫലിക്കില്ല, രോഗത്തിന് ശമനം ലഭിക്കില്ല. മറിച്ച് വൈദ്യന്മാര് അല്ലെങ്കിൽ ഡോക്ടർമാര് പറയും, ഇന്ന ഭക്ഷണം ഒഴിവാക്കണം, പഞ്ചസാര ഒഴിവാക്കണം, അമിതമായ എരിവ് പാടില്ല, കൂടുതലായ പുളി ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നത് പഥ്യങ്ങളാണ്. ഇങ്ങനെയുള്ള പഥ്യം കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പാപക്കറയെ കഴുകി ശുദ്ധിയാക്കുമ്പോൾ തന്നെ ഹൃദയം കൊണ്ട് വന്നുപോയ തെറ്റിനെ തൊട്ട് ഖേദിക്കുക എന്ന പഥ്യത്തെയും പതിവാക്കണം. അപ്പം കൽബ് കൊണ്ട് അത്തൗബത്തു അന്നദം എന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വന്നുപോയ പാപത്തെ ഓർത്തുകൊണ്ടുള്ള ഖേദം, ആ ഖേദമാണ് യഥാർത്ഥത്തിൽ തൗബക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. അത് മനസ്സിൽ പതിവായിക്കൊണ്ടായാൽ തീർച്ചയായും കണ്ണിൽ നിന്നും ശുദ്ധമായ കണ്ണുനീരൊഴുകി പാപക്കറകൾ കഴുകി ശുദ്ധിയാക്കും. അങ്ങനെ ഹൃദയം, കുറ്റബോധത്തോടുകൂടിയ ഹൃദയവും അതുപോലെ തന്നെ വന്നുപോയ തെറ്റിനെ തൊട്ട് ഖേദിച്ചുകൊണ്ടുള്ള നിറഞ്ഞൊഴുകുന്ന കണ്ണും, ഇത് നീ പതിവായി കൊണ്ടുനടന്നാൽ പാപത്തിനുള്ള പരിഹാരം അത് തന്നെ. തീരെ തെറ്റ് ചെയ്യാതെ ഈ പ്രതികൂല സാഹചര്യത്തിൽ ജീവിക്കാൻ പ്രയാസം തന്നെ. എന്നാൽ വളരെ ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടി ഏത് സമയത്തും ഇബാദത്തിന്റെയും ഇബാദത്തിനെ തൊട്ട് മടി കാണിക്കുന്നതും സമയത്തും വയറ് നിറക്കുന്നതും വിശക്കുന്നതും സമയത്തും ഒക്കെ ശ്രദ്ധിച്ചെങ്കിലും തെറ്റിലേക്ക് പോയാൽ ഖേദത്തോടുകൂടിയുള്ള മനസ്സും അതുപോലെ തന്നെ കുറ്റസമ്മതിച്ചുകൊണ്ടുള്ള നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരും ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമാണ്. ഈ വഴികൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഇപ്പോഴും നിന്റെ രണ്ട് ശത്രുക്കളും നിന്നിൽ നിന്ന് വിട്ടുപിരിയുമെന്ന് നീ വിചാരിക്കണ്ട. ഇങ്ങനെയൊക്കെ നീ ശ്രദ്ധിച്ചാലും മനസ്സുകൊണ്ട് ഖേദിച്ചാലും കുറ്റബോധത്തോടുകൂടി കണ്ണുനീരൊഴുക്കിയാലും രണ്ട് ശത്രുക്കൾ, ഒന്ന് നഫ്സ് അമ്മാറത്തും ബിസ്വാവുന്ന നഫ്സും, മറ്റൊന്ന് ഇന്ന ശൈത്വാന ലക്കും അദുവും ഫത്തഖിദൂഹു അദുവാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പിശാച് നിങ്ങളുടെ പ്രഖ്യാപിത ശത്രുവാണ്, അവനോട് നിങ്ങൾ ശത്രുതാപരമായി തന്നെ പെരുമാറണം എന്ന് ഖുർആൻ ഷരീഫ് പഠിപ്പിച്ചതുകൊണ്ട് അക്കാര്യമാണ് പറയുന്നത്. ഹെമ്യത്തന്നതം എന്ന് പറഞ്ഞാൽ ഖേദമാവുന്ന പഥ്യം, ഹെമ്യ ഹെമ്യ എന്ന് പറഞ്ഞാൽ പഥ്യം. അല്ലെ ഇപ്പൊ പറഞ്ഞ് പഥ്യം പാലിക്കുക. മരുന്ന് കുടിക്കുമ്പോഴേ ഒരു രോഗം ബാധിച്ച മനുഷ്യൻ രോഗശമനത്തിന് വേണ്ടി മരുന്ന് കഴിക്കും. ഈ മരുന്ന് കഴിക്കുമ്പോ യഥേഷ്ടം ഉദ്ദേശിച്ചതൊക്കെ ഭക്ഷിക്കാനും കുടിക്കാനും പറ്റില്ല. ചില ഭക്ഷ്യവസ്തുക്കൾ, ചില പദാർത്ഥങ്ങൾ, ചില രുചികളൊക്കെ വെടിയേണ്ടി വരും. അതിന് പഥ്യം പാലിക്കുക എന്നാണ് സാധാരണ പറയുക. ഇപ്പൊ ഡോക്ടർമാർ പൊതുവെ പറയൽ കുറവാണ്, എന്നാലും ചില രോഗങ്ങൾക്ക് പറയും. വൈദ്യന്മാർ ഏറ്റവും പ്രധാനമായി പറയും പഥ്യം. ഒരു കഷായം പറയുമ്പോ ഇന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കണ്ട, ഇന്നതുപോലെ ചെയ്യരുത്, ഇന്നതേ ചെയ്യാവൂ എന്ന് ചില പഥ്യങ്ങൾ നിർദ്ദേശിക്കും. അതിനാണ് ഹെമ്യ ഹെമ്യ എന്ന് പറയുന്നത്. മരുന്ന് കുടിക്കുന്നതിന്റെ പുറമെ അതിന് ചില പഥ്യങ്ങളുണ്ട്. ആ പഥ്യം കൂടി പാലിക്കണം. ഇവിടെ പഥ്യം എന്താണ്? അന്നതമാണ്. മനസ്സുകൊണ്ടുള്ള കുറ്റബോധം, ഒന്നുപോയല്ലോ എന്നുള്ള
ഖേദം. ഈ ഖേദമാവുന്ന പഥ്യം അത് നീ പതിവാക്കുകയും ചെയ്തോ. അതിന്റെ പുറമെ വഹാലിഫിൻ നഫ്സ, ഈ അമ്മാറത്തും ബിസ്സു ആവുന്ന നഫ്സ്, അതാണ് അന്നഫ്സ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ നഫ്സിനെ ഉദ്ദേശിച്ചുകൊണ്ട അമ്മാറത്തും ബിസ്സു ആവുന്ന ആ നഫ്സിനോട് നീ എപ്പോഴും വിയോജിച്ചു കൊണ്ടിരുന്നു. അതിന്റെ താല്പര്യത്തിന് ഒരിക്കലും നീ വഴങ്ങിക്കൊടുക്കരുത്. അത് എന്താണോ കൽപ്പിക്കുന്നത് എന്തായാലും. ഈ അമ്മാറത്തും ബിസ്സു ആവുന്ന നഫ്സ് എപ്പോഴും നമ്മെ കൊണ്ടുപോയി നാശത്തിൽ ചാടിക്കലായിരിക്കും അതിന്റെ ലക്ഷ്യം. അപ്പൊ അത് എന്ത് പറഞ്ഞാലും അതിനെതിരെ ചെയ്യാവൂ. അതുപോലെ തന്നെ ഷൈത്താനോടും നീ എതിര് തന്നെ ചെയ്തു. ഷൈത്താൻ നിന്നോട് ഏത് കാര്യം കൽപ്പിച്ചാലും അതനുസരിക്കാൻ പോണ്ട. അതുപോലെ തന്നെ അമ്മാറത്തും ബിസ്സുവാവുന്ന നഫ്സ് എന്ത് കൽപ്പിച്ചാലും അതനുസരിക്കാൻ പോകണ്ട. കാരണം അത് രണ്ടും പ്രഖ്യാപിത ശത്രുക്കളാണ്. പ്രഖ്യാപിത ശത്രു ഒരിക്കലും ഗുണകാംക്ഷയായി വരില്ല. കാരണം ബാഹ്യമായ ഗുണകാംക്ഷയാണെന്ന് തോന്നിയാൽ പോലും കടുത്ത പ്രഖ്യാപിത ശത്രു തന്റെ നാശമല്ലാതെ മറ്റൊന്നും അഭിലഷിക്കില്ല. അപ്പൊ നഫ്സ് നല്ലത് കൽപ്പിച്ചാലും ചീത്ത കൽപ്പിച്ചാലും, അതുപോലെ തന്നെ പിശാച് നല്ലത് കൽപ്പിച്ചാലും ചീത്ത കൽപ്പിച്ചാലും, ഏതായാലും ഈ നഫ്സിന്റെയും പിശാചിന്റെയും കൽപ്പനയ്ക്ക് നീ വിപരീതം ചെയ്യണം. അതിന്റെ മറ്റൊരർത്ഥമാണ് വാസുഹിമ. അത് ആദ്യം പറഞ്ഞ പൊതുവെ വേണമെന്ന്. വാസുഹിമ, അതിന് അനുസരിക്കാതിരുന്നാൽ പോരാ, അതിനെതിര് ചെയ്യുകയും വേണം. സിയാൻ കൽപ്പന്റെ എതിരെ എന്നർത്ഥം. രണ്ടും രണ്ടായിരിക്കുന്ന. ഒന്ന്, നഫ്സിന്റെ ലക്ഷ്യം എപ്പോഴും ഭൗതികമായ നേട്ടങ്ങളും അതുപോലെ തന്നെ താല്പര്യങ്ങളും വികാരങ്ങളും ഒക്കെ ആയിരിക്കും. അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ചിന്തിക്കാതെ താൽക്കാലികമായ താല്പര്യവും വികാരവും ശമിപ്പിക്കുക എന്നതായിരിക്കും പിശാചിൻ്റെത്. ഷൈത്താന്റേതാണെങ്കിലോ അള്ളാഹുവിന് വഴിപ്പെടുന്നതിന് എതിര് ചെയ്യിക്കുക. അതാണ് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയ്ക്ക് എതിരിൽ കൊണ്ടുപോയി ചാടിക്കുകയാണ്. ഇത് രണ്ടും ചിലപ്പോൾ ഒത്തുവരും, ചിലപ്പോൾ വ്യത്യാസപ്പെട്ടു വരും. രണ്ടായാലും വേണ്ടിയില്ല. പിശാചിന്റെയും തടിഹവയുടെയും കൽപ്പനയ്ക്കെതിര് ചെയ്യണം. വഇൻഹുമാ, ഈ പിശാചും അമ്മാറത്തും ബിസ്സുവാവുന്ന നഫ്സും മഹലാക്ക. ഇൻഹുമാ എന്ന് പറഞ്ഞാൽ ഇന്നിന്റെ മഅദൂഫായ ഒരു ഫീൽ ഉണ്ടാവും. ഇൻ മഹലാക്ക എന്ന്. ഇൻ മഹലാക്ക, ഈ നഫ്സും പിശാചും നിഷ്കളങ്കമാക്കിയാലും ഉണ്ടോ നസീഹത്തിന്, ഗുണകാംക്ഷയെ നിഷ്കളങ്കമായ സതുപദേശമാണ് എന്ന് വന്നാൽ പോലും ഫത്തഹിം, അവിടെ അതിന് തുഹമത്ത് വെച്ചോ, അതിന്റെ പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടാവും. ഒരു ചരിത്രത്തിൽ കാണാം, ഒരു മഹാനായ സൂഫി വര്യൻ രാത്രി ദീർഘനേരം ഇബാദത്തിൽ മുഴുകി അല്പം സുബഹിയാകുന്നതിന് കുറച്ചു മുമ്പ് ഒന്ന് അല്പസമയം വിശ്രമിക്കാം ബാങ്ക് കൊടുക്കുമ്പോക്ക് എന്ന നിലക്ക് കിടന്നു. രാത്രി ദീർഘനേരം ഇബാദത്ത് ചെയ്ത് ക്ഷീണിതനായ ആ മഹാൻ കിടന്നതേ അറിഞ്ഞുള്ളൂ. ഒരൊറ്റ ഉറക്കമാ. ആ ഉറക്കത്തിൽ തടിയറിയാതെ അങ്ങനെ നീണ്ടുപോവാം. അങ്ങനെ സുബഹിയായി. സുബഹി കുറെ മുന്നോട്ട് പോയി, ആളറിഞ്ഞേയില്ല, സുബഹിന്റെ കാര്യം അറിഞ്ഞനെ ഇതില. അങ്ങനെ ഇബ്ലീസുല്ലാഹി ലഅനത്തുല്ലാഹി അലൈഹി ചെന്ന് ഈ മഹാൻ അവരുടെ വീട്ടിന്റെ വാതിൽ മുട്ടി. ഒരിക്കലല്ല, വീണ്ടും വീണ്ടും ആവർത്തിച്ചു മുട്ടി. അങ്ങനെ സുഖനിദ്രയിലായിരുന്ന ആ മഹാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഉണർന്നപ്പോ പുറത്തുനിന്ന് ഇയാള് പറയാ, എന്തു ഉറക്കാതങ്ങളെ, സുബിയ കള്ളാകുമ്പോൾ നീച്ച് നിസ്കരിക്ക്, ഇല്ലെങ്കിൽ ഇപ്പൊ നിസ്കാരം കള്ളായിപ്പോവും എന്ന് പറഞ്ഞു. വേഗം എഴുന്നേറ്റ് ഒന്നുമൊക്കെ ചെയ്തു, നിസ്കരിച്ചു. അൽഹംദുലില്ലാ, സുന്നത്തും നഷ്ടപ്പെട്ടില്ല, ഫർദും നഷ്ടപ്പെട്ടില്ല. അങ്ങനെ സുബി നിസ്കരിച്ചു ജമാഅത്ത്. പിന്നെയാണ് ചിന്തിച്ചത്, ആരാണ് ഈ നല്ല സമയത്ത് ഇത്രയും നല്ലൊരു മനുഷ്യൻ ആരാ? അയാളിപ്പോ വന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ ഈ ക്ഷീണത്തിൽ അങ്ങനെ ഉറങ്ങി എനിക്കൊന്ന് സുബഹി നഷ്ടപ്പെടുമായിരുന്നു. ഹോ, എന്തൊരു നഷ്ടമാകുമായിരുന്നു അങ്ങനെ സുബഹി ഖളാവുകയാണെങ്കിൽ. ആ മനുഷ്യന് എത്ര നല്ലൊരു ഗുണകാംക്ഷിയാണ്, ആരായിരിക്കും അദ്ദേഹം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ അതാ വരുന്നു പിശാച്. എന്താ തങ്ങളെ ആലോചിച്ചിരിക്കുന്നത് വെച്ച്, എടോ ഞാന് രാത്രി കുറച്ചു സമയം അങ്ങനെ നിസ്കാരമായി ആ ക്ഷീണത്തിൽ ഒന്ന് കിടന്നതായിരുന്നു. വല്ലാത്തൊരു ഉറക്ക്,
സുബിയായതേ അറിഞ്ഞില്ല. അങ്ങനെയുണ്ട് ഒരാൾ വന്നിട്ട് വാതിൽ മുട്ടി വിളിക്കുന്നു. അദ്ദേഹം ഇന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ എന്റെ സുബഹി ഖളാ ആണ്. അൽഹംദുലില്ലാ, അദ്ദേഹം വിളിച്ചത് കൊണ്ട് എന്റെ സുബഹി ഖളാ ആവാതെ കിട്ടി. വലിയൊരു ഉപകാരമായി പോയി. അദ്ദേഹം ആരായിരിക്കുമെന്നാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ, അത് നിങ്ങൾ അറിഞ്ഞില്ലേ, അത് ഞാനാണല്ലോ എന്നറിഞ്ഞു. ഷടാ, നീ എങ്ങനെടാ സുബഹിസ്കരിക്കാൻ ഖളാ ആകാതെ സുബഹിസ്കരിക്കാൻ വേണ്ടിയിട്ട് നീ എന്നെ വിളിക്കുവോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇൻശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദുഹു അദുവ്വാനല്ലേ. പിശാച് നിങ്ങളുടെ പ്രഖ്യാപിത ശത്രുവാണ്, അവനോട് നിങ്ങൾ ശത്രുതാപരമായി പെരുമാറാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നീ എങ്ങനെ എന്റെ സുബഹി ഖളാവാതിരിക്കാൻ വേണ്ടിയിട്ട് നീ എന്നെ വിളിക്കുന്നത്? പിന്നെ ആലോചിച്ചപ്പോഴാ മനസ്സിലായത്, ഇദ്ദേഹം വലിയ മഹാനായ ഒരു സൂഫി വര്യനാണ്, എപ്പോഴും അല്ലാഹുവിന്റെ ഇബാദത്തിൽ മുഴുകുന്ന മഹാനാണ്. അന്ന് ദീർഘനേരം രാത്രി ഇബാദത്തിൽ മുഴുകി അല്പസമയം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കിടന്നപ്പം ശരീരത്തിന്റെ തളർച്ച കൊണ്ടങ്ങ് ഉറങ്ങിപ്പോയതാണ്. അന്ന് സുബഹി ഖളാ ആയി എന്ന് തന്നെ വെക്കുക, സങ്കല്പിക്കുക. എങ്കിൽ അത് ഇസ്ലാം ശരീഅത്ത് ഉസ്ർ അനുവദിക്കുന്ന ഒരു കാര്യമാണല്ലോ. കാരണം ഉറക്കം കൊണ്ടോ മറവി കൊണ്ടോ നിസ്കാരം ഖളാ ആയാൽ അവൻ കുറ്റക്കാരനാവുകയില്ല, അവന് ഉസ്റുണ്ട് എന്ന്. പക്ഷേ വലിയ മഹാത്മാക്കളായ ആളുകൾ നിസ്കാരം ഖളാ ആയതിനും ഉസ്റുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു നിസ്കാരം ഖളാ ആയാൽ അള്ളാഹുവിനോട് അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങുകയും ശരീരത്തിനെതിരിൽ കഠിനമായി പീഡനം അനുഭവിക്കുന്ന രീതിയിൽ മാസങ്ങളോളം തുടർച്ചയായി നോമ്പെടുക്കുകയും രാത്രി ഉറങ്ങാതെ പൂർണ്ണമായ ഇബാദത്തിൽ മുഴുകുകയും അള്ളാഹുവിനോട് അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങി ഇസ്തിഗ്ഫാർ ചൊല്ലുകയും ചെയ്യും. അപ്പോ ഒരു സുബഹി ഉറക്കം കൊണ്ട് ഖളാ ആയതുകൊണ്ട് ഒരു കുറ്റവും വരാനില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയാൽ അവരുടെ കുറ്റബോധം കൊണ്ട് അങ്ങേയറ്റം ഇബാദത്തിൽ മുഴുകിയും അള്ളാഹുവിനോട് പാശ്ചാത്തപിച്ചു മടങ്ങിയും തൗബ ചെയ്തും അതിലൂടെ വലിയ നേട്ടമുണ്ടാക്കിയെടുക്കും. ഇപ്പൊ തൽക്കാലം ഖളാന്നതിന് മുമ്പ് വിളിച്ചോണ്ടിയാൽ എന്തേ വരുള്ളൂ? സുബഹിസ്കരിക്കും, അതിന്റെ അപ്പുറമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇയാൾക്ക് സുബഹി ഖളാ ആയാൽ അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നഷ്ടമല്ല വരിക, മറിച്ച് ദീർഘകാലത്തെ ഖേദവും പാശ്ചാത്താപവും ഇസ്തിഗ്ഫാറും സുന്നത്തായ നിസ്കാര നോമ്പാദി കർമ്മങ്ങൾ വർദ്ധിപ്പിക്കലും കൊണ്ട് ഒരുപാട് പുണ്യങ്ങളും നേട്ടങ്ങളും നേടിയെടുക്കും. അതിന് കാരണമാണ് ഈ സുബഹി ഖളാ. എന്നാ സുബഹി ഖളാ ഉണ്ടാവുമെന്ന് കേൾക്കട്ടെ, എന്നാ പിന്നെ മുന്നോട്ട് വല്ലാതെ പോവില്ലല്ലോ. നോക്കിയാണ് നിങ്ങൾ, ഇപ്പൊ നിസ്കാരം ഖളാ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുണർത്തിയത് നല്ലൊരു കാര്യമാണെന്ന് ബാഹ്യമായി തോന്നുന്നുണ്ടെങ്കിലും അതിന്റെ ഉള്ളിലുള്ള പാര എത്ര വലുതാണ്. അതാണ് വൈൻഹുമാ മഹവാക്കൻ നുസ്ഹ ഫത്തഹിമീർ. നിഷ്കളങ്കമായി സതുപദേശം ചെയ്യുന്നു എന്ന് വന്നാൽ പോലും അവരെ തുഹ്മത്തോടുകൂടി സംശയത്തോടുകൂടി വീക്ഷിക്കണം. കാരണം അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പാര ഉണ്ടാകും. അത് നഫ്സും അങ്ങനെ തന്നെ പരസ്യമായി ഇബാദത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കും. മാത്രം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ പരസ്യമായിട്ട് ഇബാദത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചാൽ നിങ്ങളെ തുടർന്ന് ഒരുപാട് ആളുകൾ സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കും. അപ്പം നിങ്ങൾ കാരണം ആ സ്വാലിഹായ അമൽ ചെയ്ത പോലെ കൂലിയൊക്കെ നിങ്ങൾക്ക് കിട്ടൂലേ, നിങ്ങൾക്ക് അങ്ങനത്തെ റിയാവൊന്നും വരൂല എന്ന് പറഞ്ഞിട്ട് ബൈലിസിന് മൊത്തം എന്തോ സംഭവിച്ചു കണക്കെടു തോന്നില്ലേ. അതായത് ഞാനൊന്ന് ഓഫാക്കി രണ്ടാമത് സിസ്റ്റമൊക്കെ ഓഫാക്കി തുറന്ന് പുതിയതായിട്ട് വന്നതാ. അതിന്റെ ഇടയ്ക്ക് കല്ലേരി എന്തോ പറയുന്നത് കേട്ടിനി. അപ്പോത്തിന് കല്ലേരി വിട്ടല്ലോ. അതായിട്ട് കുറച്ചുകൂടി നോക്കാം. ഇപ്പൊ നമ്മളെന്ത് പറഞ്ഞു വന്നു, അവിടെ ഇബിലീസിന്റെ കൂട്ടുകാരൻ ആണായിരിക്കാനും ഈ ബൈലിക്സിന്റെ പൗതി എന്നാ തോന്നുന്നത്. കാരണം ഇബിലീസിന്റെ തട്ടിപ്പും നഫ്സിന്റെ തട്ടിപ്പും പറയാൻ തുടങ്ങുമ്പോൾ ഇത് വല്ലാതെ ഡിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് നിലക്കും അത് ചതി വെക്കുന്നാണല്ലോ പറഞ്ഞത്. ചെയ്യിക്കാൻ വേണ്ടിയിട്ടും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും രണ്ടും ഉണ്ട്. ഏതായാലും നമ്മൾ എന്ത് പറഞ്ഞു, നസീഹത്ത്, ഖാലിസായ നസീഹത്ത്, കളങ്കമില്ലാത്ത ശുദ്ധമായ നസീഹത്താണ് തരുന്നത് എന്ന് വന്നാൽ പോലും ഫത്തഹിം, അവനെ സംശയദൃഷ്ടിയോടുകൂടി
വീക്ഷിക്കണം. കാരണം അതിന്റെ ഉള്ളിൽ എന്തായാലും ഒരു പാര ഇല്ലാതിരിക്കില്ല. നഫ്സാണെങ്കിലും അങ്ങനെ തന്നെ, ശൈത്താനാണെങ്കിലും അങ്ങനെ തന്നെ. കാരണം അത് രണ്ടും സ്ഥിരം ശത്രുക്കളാണ്. അതിന് മിത്രം എന്നൊരവസ്ഥ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് എപ്പോഴും അവയുടെ കൽപ്പനക്കും താല്പര്യത്തിനും വിപരീതമായി തന്നെ പ്രവർത്തിക്കണമെന്ന് മാത്രമല്ല, സതുപദേശം കൊണ്ട് നിഷ്കളങ്കമായി ഉപദേശിക്കുന്നു എന്ന് തോന്നിയാൽ പോലും അതിന്റെ ഉള്ളിൽ ചതിയുണ്ടാകും. അതുകൊണ്ട് സംശയദൃഷ്ടിയോട് കൂടി വേണം അവ രണ്ടിനെയും വീക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ തുടർച്ച തന്നെ പറയാൻ, വലാ തുതി മിൻഹുമാ ഹസ്മൻ വലാ ഹകമ ഫഅൻത തഅരിഫു കൈദൽ ഹസ്മി വൽ ഹകമി. വലാ തുതി, നീ വഴിപ്പെട്ടു പോകരുത്, മിൻഹുമാ, ഈ അമ്മാറത്തും ബിസ്സു ആവുന്ന നഫ്സിൽ നിന്നും ശൈത്താനിൽ നിന്നും. ആദ്യഘട്ടത്തിൽ അവ നിന്റെ പ്രതിയോഗിയായിട്ടായിരിക്കും, അല്ലാതെ അതിനോട് നീ എതിർത്തിട്ടും നിന്നോട് അത് എതിർത്തിട്ടും ഉള്ള അവസ്ഥയായിരിക്കും തുടക്കത്തിൽ. വലാ ഹക്കമൻ, വിധികർത്താവായ നിനക്ക് എന്ന് പറഞ്ഞാൽ അതിന് കുറെ അങ്ങോട്ട് മുന്നോട്ട് പോയി പിശാചിന് വഴിപ്പെട്ട് നഫ്സിന് വഴിപ്പെട്ടു പോയാൽ പിന്നെ അതിന്റെ അടിമയായിട്ട് നീ വരികയും അവ നിന്റെ അധികാരിയായി മാറുകയും ചെയ്യും. നഫ്സും ശൈത്താനും അധികാരിയായി മാറി അവയുടെ അടിമയായിരിക്കും ചെയ്യട്ടെ. ഘട്ടത്തിൽ അവ നിന്റെ ഹസ്മ് ആയിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ വാദപ്രതിവാദമായിട്ട് അനുസരിച്ചിട്ടും അനുസരണക്കേട് കാട്ടിയിട്ടും കൽപ്പിച്ചിട്ടും അനുസരിച്ചിട്ടും അനുസരിക്കാതെയും ഇങ്ങനെ പോവും. അങ്ങോട്ട് മുന്നോട്ട് പോയാൽ അത് തന്റെ അതിന്റെ അടിമയായി മാറും. നഫ്സിന്റെയും അതുപോലെ ശൈത്താന്റെയും അടിമയായി മാറും മനുഷ്യൻ. അപ്പൊ പിന്നെ അതെന്താണോ തീരുമാനിക്കുന്നത്, വിധിക്കുന്നത് അനുസരിച്ച് അമൽ ചെയ്യുന്ന അവസരം. അങ്ങനെ രണ്ടവസ്ഥക്ക് എന്തിനെ, കൈദൽ ഹസ്മി വൽ ഹക്കമി, വിധികർത്താവിന്റെയും പ്രതിയോഗിയുടെയും കുതന്ത്രങ്ങൾ ദുരുദ്ദേശങ്ങൾ അറിയുന്നവരായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ, നഫ്സ് നിന്റെ അടിമയായി നീ ജീവിക്കുന്നു, പിശാചിന്റെ അടിമയായി ജീവിക്കുന്നു. അങ്ങനെ അടിമയായി കഴിഞ്ഞ നീ പിശാചും നഫ്സുമാവുന്ന വിധികർത്താക്കൾ നിന്റെ ശത്രുവാണ്. ഒന്നായിട്ട് പൗതിയധികം പോയോ? എന്തോ കളി നടക്കുന്നുണ്ട് ഇങ്ങനെ ബൈലക്സിലെ. കുറച്ച് നേരത്തെ തന്നെ തുടങ്ങിയെന്ന്, ഇപ്പൊ കുറച്ച് വല്ലാതായി തോന്നുന്നു. നേരത്തെ ഒന്ന് പോയിട്ട് 250 ആളുണ്ട്. ഇനി ഇപ്പൊ അതേ സമയത്ത് 180 ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങനെ കയറി വരുന്നുണ്ട് ആളുകൾ. അതാവട്ടെ. ഫഅൻത തഅരിഫു കൈദൽ ഹസ്മി വൽ ഹകമി, പ്രതിയോഗിയുടെ കുതന്ത്രങ്ങളും വിധികർത്താവിന്റെ കുതന്ത്രങ്ങളും. കാരണം എന്താ, ശത്രുക്കൾ എങ്ങനെയും തന്റെ ശത്രുവിനെ പരാജയപ്പെടുത്താനും നാശപ്പെടുത്താനുമേ ഉദ്ദേശിക്കൂ. അത് പ്രതിയോഗിയാണെങ്കിൽ പ്രതിയോഗിയുടെ ന്യായങ്ങൾ മുഴുവനും ഗണ്ണിച്ച് തന്റെ ന്യായത്തെ മുന്നിൽ കൊണ്ടുവന്ന് പ്രതിയോഗിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. വിധികർത്താവാണെങ്കിൽ പക്ഷപാതിത്വമുള്ള വിധികർത്താവ് നിന്നിട്ട് ഒരിക്കലും നിഷ്പക്ഷമായ വിധി പ്രതീക്ഷിക്കേണ്ടതില്ല. അഥവാ ശൈത്താനും തടിഹവയും ഒരിക്കലും ഒരു മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി കൂട്ടുനിൽക്കില്ല. അതിനെ അടിമപ്പെട്ട് അതിന്റെ കീഴ്പ്പെട്ടവരായാലും വേണ്ടിയില്ല, അതിനോട് എതിർത്തുകൊണ്ട് ജീവിക്കുന്നവരായാലും വേണ്ടിയില്ല. രണ്ട് ഘട്ടത്തിലും നഫ്സും ശൈത്താനും ഒരിക്കലും തന്റെ ഗുണകാംക്ഷിയല്ല, എപ്പോഴും തന്റെ നാശമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ബോധമുണ്ടായിക്കൊണ്ട് അവരിൽ നിന്ന് ഒരിക്കലും അവരുടെ താല്പര്യത്തിനും ആജ്ഞയ്ക്കും വിധിക്കും വഴിപ്പെട്ടു പോകരുത് എന്നൊക്കെ പറഞ്ഞിപ്പോ കുറേ നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ചും മനുഷ്യനെ അപകടത്തിൽപ്പെടുത്തുന്ന തടിഹവയെയും പിശാചിനെയും സൂക്ഷിക്കേണ്ടതിലേക്കുള്ള ആവശ്യകത, അവയുടെ കെണിവലകളെയും ചതികളെയും തന്ത്രങ്ങളെയും പറ്റിയിട്ടുള്ള മുന്നറിയിപ്പ്, ഇതൊക്കെ തന്നപ്പം ഇനി കവി ഇമാമവർകള് സ്വന്തത്തിലേക്ക് മടങ്ങാണ്. സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് നല്ല കാര്യം
ഉപദേശിക്കും. ാവുന്ന അപകടങ്ങളെക്കുറിച്ചും അവയുടെ താല്പര്യത്തിനും കൽപ്പനക്കും എതിര് ചെയ്യേണ്ടതിനെ പറ്റിയും ഒക്കെ പറഞ്ഞപ്പോ ഞാൻ ഇപ്പൊ വലിയ ആളാണ് എന്നിട്ട് നിങ്ങളാരും വിളിക്കണ്ട, ഞാന് വളരെ മോശമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഹളുബുൻ നഫ്സ് എന്നാണ് അതിന് പറയാ. മഹത്തുക്കളായ ആളുകള് അവരെത്ര വലിയ പുണ്യാത്മാക്കളാണെങ്കിലും അവര് സ്വന്തമായി താഴ്മ ചെയ്തുകൊണ്ട് അവര് എളിമത്തനം പ്രകടിപ്പിച്ചുകൊണ്ട് വലാത്തുത്തേവുമെന്നുമാന്ന് പറഞ്ഞ് കേട്ടില്ലാന്നോ? അതിന്റെ ഇടക്ക് കുറെ കൂട്ടദീസിയും ഗീസിയും ഒക്കെ ഉണ്ടായിനല്ലേ? ആ വാക്കൊന്നുകൂടി പറഞ്ഞുതരാം.